എന്നെ മേയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ ധ്യാനിക്കും. അവിടുന്ന് എന്നെ ബലപ്പെടുത്തുകയും തന്റെ നാമത്തിൽ ചേർന്ന് വിടാം ന്യായവഴിക്ക് എന്നെ നയിക്കുകയും ചെയ്യും. ജീവിതകാലം മുഴുവൻ അങ്ങേ അനുഗ്രഹം എന്നെ പിന്തുടരും. കർത്താവിന്റെ ഭവനത്തിൽ ചിരകാലം ഞാൻ വസിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സഹോദരി സഹോദരന്മാരെയും നൽകിയതിനും സ്നേഹമതികളായ ജനങ്ങളെയും അയൽക്കാരെയും പ്രദാനം ചെയ്തതിനും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. മുണ്ടാടി കുടുംബത്തിൽ പരേതനായ കൊച്ചാപ്പു അന്നം ദമ്പതികളുടെ 7 മക്കളിൽ മൂന്നാമത്തെ മകളായ TTC പഠനത്തിന് ശേഷവും 4ാമത്തെ മകളായ മേരി പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷവും 1972 സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ് ഷാമനോ എന്ന കോൺഗ്രിഗേഷനിൽ ചേർന്നു. 1976 ജനുവരി 4-ാം തീയതി തമിഴ്നാട് ട്രിച്ചിയിലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് രണ്ടുപേരും ആദ്യ വ്രത വാഗ്ദാനം നടത്തുകയും റോസി സിസ്റ്റർ റൂസീനയായും മേരി സിസ്റ്റർ ദീപയായും പുതിയ നാമം സ്വീകരിച്ചു. 1982 ഇരുവരും നിത്യവ്രത വാഗ്ദാനം നടത്തി. ഉപരിപഠനത്തിന് ശേഷം സിസ്റ്റർ റോസീന UP-യിലെ ബലിയയിൽ അധ്യാപികയായി ആദ്യ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് നാഗാലാൻഡ്, ആസാം, പശ്ചിമ ബംഗാൾ, ഉത്തരാഞ്ചൽ എന്നീ സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ, സുപ്പീരിയർ, വൊക്കേഷൻ പ്രൊമോട്ടർ എന്നിങ്ങനെ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൽക്കട്ടയിലെ ഹോളി ക്രോസ് സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായി സേവനം ചെയ്തു വരുന്നു. സിസ്റ്റർ ദീപ 1976 മുതൽ 1980 വരെ ബീഹാറിൽ നഴ്സിംഗ് പഠനം നടത്തി. ആസാം, ബീഹാർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നഴ്സായും ഗുവാഹട്ടി പ്രൊവിൻസിന്റെ റീജിയണൽ സുപ്പീരിയറായും ഡെലിഗേഷൻ സുപ്പീരിയറായും പ്രോവിൻസ് ഇക്കണോമറായും ആഫ്രിക്കയിലെ തൻസാനിയയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആസാമിൽ സുപ്പീരിയറായി സേവനം ചെയ്തു വരുന്നു. തുടർന്ന് ഇവരുടെ മിഷണറി ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകി ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ദീപ സിസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ ജൂബിലി നമ്മളിന്ന് വളരെ സന്തോഷമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞയോടെ അർപ്പിക്കുകയാണ്. എത്രമാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാലും അധികമല്ല. കാരണം ദൈവം ഒരു കാലഘട്ടത്ത് 2 മനോഹരമായ കുടുംബനാഥനെയും കൊച്ചാപ്പൂനെയും അന്നത്തെയും പിടിച്ച് കുടുംബമായി രൂപപ്പെടുത്തി അവരെ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദാമ്പത്യപരത്തിലൂടെ അവർക്ക് 7 മക്കളെ ദൈവം അനുഗ്രഹമായി കൊടുത്തു. ആ 7 മക്കളിൽ 3-ഉം 4-ഉം മക്കളാണ് ഈ സിസ്റ്റർ റൊസീന ദീപ സഹോദരിമാരെയാണ് നമ്മളിന്ന് ആദരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയും മേരി ചെറിയാനാണ് ഇന്നത്തെ ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും ഭംഗിയായിട്ട് നടത്താനായിട്ട് മുന്നോട്ട് നിൽക്കുന്നതും അവരെ എല്ലാം നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഇടപെടപ്പെടുന്ന ആളായതുകൊണ്ട് അവരോട് പറയേണ്ടതിൻ്റെ രീതിയുള്ളതുകൊണ്ട് ഞാൻ
താല്പര്യപൂർവ്വം ഇതിൻ്റെ ഏറ്റെടുക്കുവാനും ചെയ്യുവാനും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനും ഇനി നടക്കേണ്ട കാര്യങ്ങൾക്ക് നിർത്തപ്പെടുത്തുവാനും തന്നെ മനസ്സിലാച്ചു. ഈ സന്യാസ ജീവിതത്തോടും സമർപ്പിത ജീവിതത്തോടും ആദരവാണ് കുടുംബാംഗങ്ങൾ എന്റെ സഹോദരി ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 12-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ. അബ്രാമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കാം, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ താല്പര്യമാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമാകുന്നു. അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ താല്പര്യമാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമാണ്. ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മൾ ശ്രമിച്ചതുപോലെ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനാണ് ഞാൻ അന്വേഷിക്കുന്നത്. സന്യസ്തരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വന്തം ജീവിതത്തെ മറക്കുവാനും ദൈവ ഇഷ്ടമായി തന്നെ കണ്ടുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുക എന്നതാണ് ദൈവവിളിയുടെ അടിസ്ഥാന ഘടകം. തനിക്ക് തന്നെയാണെങ്കിൽ അത് വേറെ ലക്ഷ്യങ്ങളിലേക്ക് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. പക്ഷേ കർത്താവിനുള്ള റാങ്കായതുകൊണ്ട് റാങ്കുകാരായിട്ട് കർത്താവിലേക്ക് അടുക്കാൻ ഇടയായി. അതുകൊണ്ട് അങ്ങേയറ്റം കർത്താവിൽ വിശ്വാസം അവലംബിച്ച് സ്നേഹത്തിൻ്റെ പുണ്യപൂർണ്ണതയോട് ചേർന്ന് ജീവിക്കുവാൻ ഇവർക്ക് സാധിച്ചു. സന്യസ്തരായിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയാണ്. ജീവിതത്തിന്റെ സുവർണ്ണ ആഘോഷിക്കുന്ന സിസ്റ്റർ റോസിന, സിസ്റ്റർ ദീപായിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറ്റുകയും കത്തോലിക്ക സഭയ്ക്കും ലോകത്തിലും നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രത്യേകം സേവനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ 50 വർഷം മുമ്പ് തിരഞ്ഞെടുത്ത ദൈവമേ, അവർക്ക് ഇനിയും അങ്ങേക്ക് വേണ്ടി സേവനം ചെയ്യുവാനുള്ള ആരോഗ്യമായ സമരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മാറുകയില്ല. മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്റെ വാഗ്ദാനം അനുസരിച്ച് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടനായ നമ്മെ അവിടുന്ന് മഹത്വമണിയട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നാം എല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ജൂബിലി ദിനത്തിൽ ഒത്തുകൂടാൻ സാധിച്ചതിന് ദൈവത്തിന് ആദ്യമായി ആയിരമായിരം നന്ദി കുറിക്കുകയും ഇന്നത്തെ ദിവ്യബലിക്ക് കാർമികരായ റവറൻഡ് ഫാദർ മാർട്ടിൻ മുല്ലാടൻ, ഫാദർ ജോൺ, ഫാദർ ജാൻസൺ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഈ ആഘോഷങ്ങൾക്ക് നടത്തിയ റെക്ടർ റെവറൻഡ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, ഫാദർ ആൻസൺ, ഫാദർ ബെൻസ്, ഡീക്കൺ ആന്റണി, ദേവാലയ ശുശ്രൂഷകർ, ഗായക സംഘം എന്നിവരോടും നന്ദി പറയുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന റെവറൻഡ് സിസ്റ്റർ എൽസി ജോർജ്, ദ പ്രൊവിൻഷ്യൽ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ് അങ്കമാലി പ്രോവിൻസിനും ക്ലാരി സിസ്റ്റേഴ്സ്, CMC സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ സ്നേഹപ്പെട്ട കസിൻ സിസ്റ്റേഴ്സ് വന്നിട്ടുള്ളവരോടും മറ്റുള്ള സിസ്റ്റേഴ്സിനോടും നന്ദി പറയുന്നു. ഈ ബലിയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സെയിൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വലിയ വാക്കുകളിൽ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും അങ്കമാലി ബസിലിക്ക വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂരച്ചനെ കണ്ട് സംസാരിക്കുകയുണ്ടായി. പ്രോഗ്രാം നടത്താൻ വളരെ ഭംഗിയായി നടത്താൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് നമ്മൾ തറവാട്ടില് യോഗം കൂടി. ഈ സിസ്റ്റേഴ്സിൻ്റെ സേവന ശുശ്രൂഷകൾ നേരിട്ട് കാണുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. സ്വാഗതപ്രസംഗത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ എത്ര ഭാഗ്യപ്പെട്ടവനാണെന്ന്. മുമ്പ് ഈ ജൂബിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ എല്ലാ വർഷവും വരാറുണ്ട്. അത് മെയ് മാസം സ്റ്റാഫ് ആൻഡ് ഡീപ്പോളിലെ സ്റ്റാഫായിരുന്നു. ഞാൻ അവിടെയുള്ള അവസരത്തിൽ അവരെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ എന്നാണ് തിരിച്ചു പോകുന്നത്? കയ്യടി കിട്ടി 14-ാം തീയതി റിസർവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഇവിടെ നിങ്ങളുടെ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ച് വലിയ സേവനം ലഭിച്ച വ്യക്തികൾ, ലഭിച്ച സ്ഥലങ്ങൾ ഇനിയും ഞങ്ങളുടെ വിശ്വാസത്തിലെ അടിയുറച്ച് പോകുന്നതിന് ദൈവം അനുഗ്രഹിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം സഹായിക്കുന്നു. എല്ലാവർക്കും നന്ദി.
ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ചെറിയാച്ചനെ പോലെ ഇങ്ങനെ സഹോദരങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി മരിച്ചൊരു വ്യക്തി. തീരുകയും ചെയ്തതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. വരും കാലങ്ങളിലും ഇനിയും ഒരുപാട് നാൾ സൗഭാഗ്യത്തോടെ ദീർഘായുസ്സോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവത്തിന് ഇപ്പൊ പാടിയ ഞാനുൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മേരി ചേച്ചിയുടെ ദീപ ചേച്ചിയുടെ സഹോദരങ്ങളെ, മേരി, പ്രിയപ്പെട്ട എല്ലാവരെയും, അതുപോലെ തന്നെ ഇന്ന് ഇതിന് വളരെ നേതൃത്വം വഹിക്കുന്ന ആൽബർട്ട് ആൻഡ് ഫാമിലി, ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇത് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഈസ്റ്റർ കഴിഞ്ഞ് ഹൃദയത്തിൽ സന്തോഷവും ശാന്തിയും എല്ലാം ആഹ്ലാദം തല്ലുന്ന നല്ല ദിനങ്ങൾ. അതോടൊപ്പം ഇരട്ടി മധുരം എന്ന പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിമാരുടെ ജൂബിലി കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചേച്ചിമാരെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. കാരണം ഞങ്ങളുടെ അമ്മച്ചിയുടെ ചേച്ചി സിസ്റ്റർ ദീപ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ,
നമുക്കറിയാം 50 വർഷം സമർപ്പണ എനിക്ക് ചെറിയൊരു ആദ്യ സന്യാസവ്രതം സ്വീകരിച്ച് ഇന്ന് 50 വർഷത്തിൽ എത്തിയിരിക്കുക. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെയും പേരിൽ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ കുഞ്ഞനുജത്തിമാരുടെ ചില ബാല്യകാല ഓർമ്മകൾ ഓർമ്മിപ്പിക്കുവാനാണ്. അമ്മ എന്ന ജീവിതത്തിൽ അമ്മ എന്ന 2 വാക്ക് ഉച്ചരിക്കാൻ സാധിക്കാത്ത മക്കളാണ് ഞങ്ങൾ 7 പേരും. ഞങ്ങൾ 6 പെൺകുട്ടികളും ഒരാൾ കുഞ്ഞനുജനുമാണ് ഉള്ളത്. ഞങ്ങളുടെ അപ്പന് 43 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ അപ്പനെ ഏൽപ്പിച്ച് ഈശോയുടെ അടുത്തേക്ക് യാത്രയായി. വിശ്വസ്തയോടെ പൂർത്തിയാക്കേണ്ട ഒരു ദൗത്യമാണല്ലോ നമ്മുടെ ജീവിതം. ഈ ഭൂമിയിലെ ഒരു പുൽക്കുടി പോലും നിഷ്ഫലമാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഈശോയെ പൂർത്തിയാക്കേണ്ട വ്യക്തമായ നിയോഗങ്ങളോടെയുള്ള ഈ ദൈവവിളി, ഈ സ്നേഹ തീരുമാനത്തിൽ പ്രത്യുത്തരമായി പരിശുദ്ധമായ സമർപ്പണത്തിന്റെ 50 വർഷം പൂർത്തിയാക്കുവാൻ കാരുണ്യവാനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ ദൈവത്തോട് 1000 നന്ദി പറയുന്നു. തന്റെ ജീവിത പാതകളിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനത്ത് പോയി ജോലി ചെയ്ത് അത് നമുക്ക് വലിയ ഉണർവും ആത്മീയ പരിവേഷം നൽകി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
Okay, ready? 1, 2, 3, 4, there.